അവരെ പണി ഇതുപോലെ ചെയ്യുന്നു, ഇത് വേറെ എങ്ങോട്ടോ കയറ്റി അയക്കുകയാണെന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വാടകയ്ക്ക് കൊടുത്തു, പിന്നെ ഇത്തരം വർക്കൊക്കെ ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ ചെയ്യുന്നുണ്ട്, ഇത്ര മാത്രം അറിയും. മറ്റ് പടക്കം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ വിടുമോ? നമ്മളെത്ര അടുത്ത വീടല്ലേ. നല്ലൊരു സ്ഫോടനം ഉണ്ടായി, നല്ലൊരു സൗണ്ട്, നമ്മളെ വീടിന്റെ ആ ജനൽ ചില്ലിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, അത്രയും നമുക്കറിയും. നമസ്കാരം. കോഴിക്കോട് കുന്നമംഗലത്ത് പെരിങ്ങളത്തിനടുത്ത് അനധികൃതമായി പടക്കങ്ങൾ നിർമ്മിക്കുന്ന വീടിനകത്ത് ഉണ്ടായ സ്ഫോടനത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് മുടിക്കൽത്താഴം സ്വദേശിയായിട്ടുള്ള രാഹുൽ, അതുപോലെ തന്നെ രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള രാഹുൽ എന്നിവരാണ് ഇത്തരത്തിൽ ഈ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. രാഹുലിന്റെ സഹോദരൻ വിഷ്ണു, അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള സിനി, മറ്റൊരാൾ തുടങ്ങിയ 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ ശബ്ദവും പൊട്ടിത്തെറിയും ഉണ്ടാകുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവിടെ ഇത്തരത്തിലൊരു വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പടക്കങ്ങൾ നിർമ്മിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലൊരു പടക്ക നിർമ്മാണശാല ഇത് പ്രവർത്തിക്കുന്ന കാര്യം ഈ പരിസരത്തുള്ള ആളുകൾക്ക് പോലും അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ ജ്യേഷ്ഠനും തൊട്ടടുത്തുള്ള വീട്ടിലെ താമസക്കാരനുമായ സുരേഷ് ബാബു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇവര് എങ്ങനെ നാട്ടുകാരായിട്ടൊന്നും വലിയ ബന്ധമില്ലാന്ന് തോന്നുന്നു. നമുക്കറിയില്ല. നമ്മൾ രാവിലെ പോവും, രാത്രി വരും, അങ്ങനെയാണ് നമ്മളെ ഇത്. നമ്മളും അവരായിട്ട് അത്ര കണക്ഷനൊന്നും അല്ല. അവരെ പണി ഇതുപോലെ ചെയ്യുന്നു, ഇത് വേറെ എങ്ങോട്ടോ കയറ്റി അയക്കുകയാണെന്ന് പറഞ്ഞു. അവരെ വിഷ്ണു, പിന്നെ അവരൊരു അനിയൻ, പിന്നെ വേറെ ഒരാള് വിഷ്ണുവിന്റെ വൈഫ് സിനി, അവരൊക്കെയാണ്. പിന്നെ ഇന്നലെയോ മഞ്ഞാന്നോ അവരെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നു തോന്നുന്നു ഇവിടെ. ഇവിടുന്നാണ് അവർ ഈ പടക്കത്തിന് നിർമ്മാണം കാര്യങ്ങളൊക്കെ നടത്താറ്? ഇല്ല. ഇവിടുന്ന് ഈ ഓലകൾ അതിന്റെ ഈ സാധനങ്ങളൊക്കെ കെട്ടി റെഡിയാക്കുക, എന്നിട്ട് വണ്ടി കയറ്റുക, കൊണ്ടുപോകാണെന്നാ പറഞ്ഞ്. അത്തോളിയോ എവിടേക്കോ കൊണ്ടുപോയി അവിടെ അവർക്ക് ഇതിന്റെ യൂണിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞേ. പക്ഷേ അതെ, അത് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ വാടകയ്ക്ക് കൊടുത്തു, പിന്നെ ഇത്തരം വർക്കൊക്കെ ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ ചെയ്യുന്നുണ്ട്, ഇത്ര മാത്രം അറിയുന്നു. മറ്റ് പടക്കം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ വിടുവോ? നമ്മളെത്ര അടുത്ത വീടല്ലേ. ചുറ്റുവട്ടത്തുള്ള ആളുകൾ അറിഞ്ഞിരുന്നില്ല? ഇല്ല. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. വീട്ടിൽ നിന്നൊക്കെ പറയുന്നത് നല്ലൊരു സ്ഫോടനം ഉണ്ടായി, നല്ലൊരു സൗണ്ട്, നമ്മളെ വീടിന്റെ ആ ജനൽ ചില്ലിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, അത്രയും നമുക്കറിയും. ഭാര്യ മക്കളൊക്കെ വീട്ടിൽ സംഭവം നടക്കുന്നത് അവരിവിടെ ഉണ്ട്. നടക്കുന്നത് കണ്ടില്ല, അവരവിടെയല്ലേ ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണൂല ഇതൊക്കെ ഉള്ളതിനുകൊണ്ട്. അപ്പൊ നല്ലൊരു സൗണ്ടില്, ഒരു പടക്കം പൊട്ടുന്നതിനെക്കാട്ടിൽ നല്ല ഫോഴ്സിലൊരു സൗണ്ട് കേട്ടു എന്നാണ് പറഞ്ഞത്. അതൊന്നും അറിയില്ല. അപ്പോഴത്തെ ഒരാൾ അവിടെയാണ് കിടക്കുന്നത്. അത് ആരൊക്കെയോ എടുത്തു കൊണ്ടുപോയി, ശരീരമൊക്കെ ഇതായി പോയിക്കുന്നാ പറഞ്ഞ. കൊടൽമാല തെറിച്ചു പോയതോ ഓടിയതാണോന്നോ അറിയില്ല. ആ വീടിന്റെ സൈഡിലാണ് ഒരാളത് വിവരൊക്കെ അറിയില്ല. ഇവിടുന്ന് തന്നെ മരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു ഒരാള്. യാതൊരു ലൈസൻസും ഇല്ലാതെ അനധികൃതമായാണ് ഇത്തരത്തിൽ ജനവാസ കേന്ദ്രത്തിനകത്തൊരു പടക്ക നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പോലും അത്ഭുതത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും അറിയുമായിരുന്നില്ല ഇവിടെ ഇത്തരത്തിൽ പടക്കങ്ങൾ നിർമ്മിക്കുമായിരുന്നില്ല, പടക്കങ്ങളുടെ ഒരു വലിയ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർക്ക് പോലും അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വീട് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇവർ ഈ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് തങ്ങൾ പനയോല ഇവിടെ കൊണ്ടുവന്ന് ഉണക്കി അത് പനയോല പടക്കമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉണക്കി വലിയ ചീന്തുകളാക്കി സൂക്ഷിക്കും. തുടർന്നത് കുറച്ച് അകലെയുണ്ട് തങ്ങളുടെ യൂണിറ്റിനകത്ത് വെച്ചാണ് പടക്കങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തിന്റെ മേലാണ് ഇത്തരത്തിൽ ഈ സുരേഷ് ബാബുവിന്റെ അനുജൻ ഇവർക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞതാണ്, ഇവിടെ പടക്കങ്ങൾ നിർമ്മിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ തങ്ങൾ ഈ വീട് വാടകയ്ക്ക് കൊടുക്കില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാലും ഇവിടെ സർക്കാരിനെ പോലും വെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരു ഉഗ്രശബ്ദത്തോടുകൂടി സ്ഫോടനം ഉണ്ടാകുന്നതും അത് 2 പേരുടെ ജീവൻ കവരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.